A+ ട്യൂബിലേക്ക് സ്വാഗതം. കർഷക പെൻഷന് സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. സർക്കാർ നൽകുന്ന നിരവധി സാമ്പത്തിക ആനുകൂല്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് മാത്രം പലർക്കും അപേക്ഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആനുകൂല്യങ്ങളെക്കുറിച്ചിട്ടുള്ള പ്രത്യേക എപ്പിസോഡുകൾ ഈ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്, തുടർന്നും ഉണ്ടാകും. ഇന്ന് കർഷക പെൻഷനെക്കുറിച്ച് നമുക്ക് നോക്കാം. കർഷക പെൻഷൻ ആർക്കൊക്കെയാണ് അർഹതയുള്ളത്? കൃഷിസ്ഥലം 2 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 5 ഏക്കറിൽ കൂടാതിരിക്കുന്ന ഒരു കർഷകനെയാണ് കർഷക പെൻഷന് പരിഗണിക്കുക. ചുരുങ്ങിയത് 10 സെൻറ്റിലെങ്കിലും കൃഷി ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ 10 സെൻറ്റിൽ നിന്നു തുടങ്ങി 2 ഹെക്ടർ വരെ, അതായത് 5 ഏക്കർ വരെ ഉള്ളവർക്ക് ഈ കർഷക പെൻഷന് അപേക്ഷ നൽകാൻ കഴിയും. 10 വർഷമായി കൃഷി മുഖ്യ ഉപജീവന മാർഗമായിരിക്കുകയും വേണം. മറ്റ് വരുമാന മാർഗങ്ങളെക്കാളും കൃഷി പ്രധാന ഉപജീവന മാർഗം ആയിരിക്കണം എന്ന് ചുരുക്കം. ഇവരുടെ വാർഷിക വരുമാനം 1.5 ലക്ഷം രൂപയിൽ അധികരിക്കാനും പാടില്ല. ഇതാണ് പ്രധാനപ്പെട്ട ചില കർഷക പെൻഷനുള്ള അർഹത തെളിയിക്കുന്ന മാനദണ്ഡങ്ങൾ. വിരമിച്ച സർക്കാർ ജീവനക്കാരുണ്ടെങ്കിലും മറ്റ് പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ടെങ്കിലും അവർക്കാർക്കും തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാൻ അർഹത ഉണ്ടാവുകയുമില്ല. 60 വയസ്സ് പൂർത്തിയായ വ്യക്തിക്ക് മാത്രമേ ഈ കർഷക പെൻഷന് അപേക്ഷിക്കാൻ കഴിയുകയുമുള്ളൂ. ഇനി എങ്ങനെ അപേക്ഷിക്കണം എന്ന് നോക്കാം. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ ഒക്കെ തന്നെ നമുക്ക് കൃഷിഭവനിൽ നിന്നും ലഭിക്കും. എന്നാലും ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് അപേക്ഷിക്കുന്ന രീതി അറിയിക്കാം. വില്ലേജ് ഓഫീസറിൽ നിന്നും ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങി വെക്കണം. കർഷകൻ്റെ അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുകയും വേണം. പഞ്ചായത്ത് പ്രസിഡന്റും കൃഷിക്കാരും ബന്ധപ്പെട്ട മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ഒരു കാർഷിക വികസന സമിതി ഓരോ പ്രദേശത്തും ഉണ്ട്. അവരാണ് ഈ പെൻഷന് വേണ്ടി നൽകുന്ന അപേക്ഷകളിന്മേൽ തീരുമാനം എടുക്കുന്നത്. ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, ആധാർ കാർഡ്, വയസ്സ് തെളിയിക്കുന്ന രേഖ, നിങ്ങളുടെ ഭൂമിയുടെ കരം അടച്ച, അതായത് ഭൂനികുതി അടച്ച രസീത്, ഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭൂമിയുടെ ആധാരം എന്നിവയുടെ നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിന് അംഗത്വ ഫീസ് എടുക്കണം, അത് മറന്നു പോകരുത്. 25 രൂപ മാത്രമേ ഉള്ളൂ. ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഒരു ഫോൺ നമ്പർ പറയാം. അതിലേക്ക് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. 1804251661. ഒരിക്കൽ കൂടി പറയാം, 180042516661 എന്നുള്ളതാണ് ഈ ഫോൺ നമ്പർ. ഇതിൽ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പെൻഷൻ 1600 രൂപയാണ് ലഭിക്കുക എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. ഒരാൾക്ക് പ്രതിമാസം ഈ തുക കിട്ടും. ഇത് ഇപ്പോൾ എല്ലാ മാസവും തന്നെ അത് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും അതിൻ്റെ കുടിശ്ശിക എല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് ലഭിക്കുകയും ചെയ്യും. പക്ഷേ പലരും മസ്റ്ററിങ് കൃത്യമായി നടക്കാത്തത് കൊണ്ട് ചില ആളുകളുടെ പെൻഷൻ എല്ലാ മാസവും നൽകുന്നതിൽ ചില ഒബ്ജക്ഷനുകൾ വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇതിന് മസ്റ്ററിങ് കൃത്യമായും എല്ലാ വർഷവും നടത്താൻ മറക്കാതിരിക്കുക. കർഷക ക്ഷേമനിധിയുടെ ഒരു പെൻഷൻ കൂടി നിലവിലുണ്ട് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇതും ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ക്ഷേമനിധിയാണ്. ക്ഷേമനിധി പെൻഷനും കർഷക പെൻഷനും രണ്ടും 2 തരത്തിലുള്ളതാണെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കർഷക പെൻഷനും കർഷക ക്ഷേമനിധി പെൻഷനും 2 തരം പെൻഷനാണ്. കൃഷി ഉപജീവന മാർഗമായ 18 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കർഷകർക്കാണ് കർഷക ക്ഷേമനിധിയുടെ പെൻഷനുള്ള അർഹത ഉള്ളത്. 5 സെൻറ്റിൽ കുറയാതെയും
15 ഏക്കറിൽ കവിയാതെയും വിസ്തീർണമുള്ള ഭൂമി കൈവശമുള്ള കർഷകർക്കാണ് ക്ഷേമനിധി പെൻഷൻ അപേക്ഷിക്കാൻ അർഹതയുള്ളത്. ഇതെല്ലാം അപേക്ഷിക്കേണ്ടത് ഈ ഓൺലൈൻ വഴിയാണ്. kfwfb.kerala.gov.in എന്നുള്ളതാണ് വെബ്സൈറ്റ്. നിങ്ങൾ അത് ഡിസ്ക്രിപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഇത് ചേർത്തിട്ടുമുണ്ട്. ഇത്തരം വിവരങ്ങൾ തുടർന്നും ഈ ചാനലിലെ എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.